ഇതാണ് നമ്മളുടെ നടപ്പാത കേട്ടോ. നമ്മുടെ തൃശ്ശൂര് ആകാശപാതയുടെ കീഴൊക്കെയുള്ള നടപ്പാതയാണ്. കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന നടപ്പാതയാണ്. തട്ടി തടഞ്ഞ് വീഴാനും കാര്യങ്ങൾക്കും പരിക്കും കാര്യങ്ങൾക്കൊക്കെ എല്ലാവർക്കും പറ്റുന്നുണ്ട്. പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ ഇവിടെ ഈ പറഞ്ഞ പോലെ വീഴാനുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഈ പറയുന്ന കാര്യം നമ്മൾ കുറെ മാസങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് റിയാസിന് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. പോരാത്തതിന് നമ്മൾ ടെക്നിക്കലായിട്ട് ഇത് അതാത് ഡിപ്പാർട്ട്മെന്റിലേക്കായിട്ട് നമ്മളിത് പക്കയായിട്ട് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു രീതിയിലുള്ള നടപടികളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുന്നില്ല. അങ്ങനെ ഉണ്ടായിട്ട് ആൾക്കാർ വീഴുന്നൊക്കെയില്ലേ, ഒരുപാട് ആൾക്കാർ വീഴുന്നുണ്ട് അല്ലേ. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വീഴുന്ന ഒരു പ്ലേസ് ആണത്. നോക്കി നോക്കിയാ ഇതേപോലെയാണ് ഇവിടെ എടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ട്? കല്ല് നോക്ക്. ഇവിടെ ഇവിടെ ഏത് രീതിയിലാണ് ഒരാള് വിശ്വസിച്ച് കാല് ഇങ്ങനെ ചവിട്ടുക. അപ്പൊ ആ രീതിയിലാണ് കിടക്കുന്നത്. ഇപ്പൊ ഈ കാറ് കിടക്കുന്നതും ഒരു കുഴിയിലാണ്. എവിടെയാണെന്ന് നോക്കണം. ആകാശപാത കോടികൾ ചെലവാക്കി പണിതിട്ടുള്ള ആകാശപാതയുടെ കീഴ്ഭാഗത്താണ് കേട്ടോ. ഈ ഭാഗമൊക്കെ കെടുക്കുന്നത് നോക്കൂട്ടോ. നമ്മളുടെ കേരളത്തിലത്തെ വികസന പ്രവർത്തനങ്ങളാണ്. നമ്മൾ മെയിൽ അയച്ചിട്ട് പോലും ഒരു റിപ്ലൈ പോലും തരാത്ത നമ്മളുടെ മന്ത്രി മുഹമ്മദ് റിയാസ് അറിയാനായിട്ട് ഈ തിട്ടില് എങ്ങനെ ധൈര്യത്തോടു കൂടി ജനങ്ങൾ കാലുവെക്കും? ഇതാണോ നിങ്ങളുടെ പബ്ലിക് സർവീസ് കൈകാര്യം ചെയ്യുന്ന രീതി? ഇവിടുത്തെ തൃശ്ശൂർ കോർപ്പറേഷനൊക്കെ നിങ്ങൾ ഏത് രീതിയിലാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്, ഏത് രീതിയിലാണ് മാനേജ് ചെയ്യുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ബൈ.